ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടുത്തതായി മാധ്യമങ്ങളെ കാണും. KPCC-ക്കാർ തീരുമാനിക്കണ്ടില്ലേ? അല്ല, ഞങ്ങൾക്ക് ഇപ്പം KPCC-യുടെ പ്രസിഡന്റ് ഇന്നയാളായിരിക്കണമെന്ന് CPIM അല്ലല്ലോ നിർദ്ദേശിക്കേണ്ടത്. അത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കേണ്ടതാണ്. അവർ തീരുമാനിക്കട്ടെ, അതേ ഉള്ളൂ. വിഴിഞ്ഞം പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ BJP അധ്യക്ഷൻ അത് കണ്ടതാണ്. മണിക്കൂറുകൾക്ക് മുമ്പേ അവിടെ എത്തിയത്. അതൊക്കെ എന്ത് പ്രോട്ടോകോൾ? ഒരു പ്രോട്ടോകോളും ഇല്ല. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അവിടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വേദിയിൽ. എന്നാൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കാർക്കും അവിടെ ഒരു പ്രസിഡന്റും അനുവദിച്ചിട്ടില്ല. അവിടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, അതുപോലെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, MP, MLA തുടങ്ങിയിട്ടുള്ളവരെയാണ്. അതിൻ്റെ ഒപ്പമാണ് രാജീവ് ചന്ദ്രശേഖരനെയും അവിടെ ഇരുത്തിയത്. അത് സ്വാഭാവികമായിട്ടും ഒരു ശരിയായ പ്രവണതയായിരുന്നില്ല. ജനാധിപത്യപരമായ രീതിയിൽ നോക്കിയാൽ അതൊരു ശരിയായ നിലപാടായിരുന്നില്ല. പക്ഷെ ഭരണകക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ അവിടെ സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ആ സ്ഥാനത്ത് വളരെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം വന്ന് ഇരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് മാത്രമേ കാണുകയുള്ളൂ. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് വിലയിരുത്തുന്നുണ്ട്. കാരണം കേരളം ഒരു ജനകീയ സംരംഭങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അവർ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒരു നയാ പൈസ ആ പോർട്ടിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സഹായം നൽകിയിട്ടില്ല ഇന്നേ വരെ. കടം കൊടുത്തു എന്നാണ് പറയുന്നത്. കടം ഇവിടുന്ന് കടം വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ വേറെ ഒരു കാര്യവും ആ പോർട്ടിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക സഹായം ഒന്നും ഉണ്ടായിട്ടില്ല. അത് വലിയ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അത് സംബന്ധിച്ച് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആവശ്യമായ പരിശോധന നടത്തി നിലപാടുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് ചില അപാകതകൾ റിപ്പോർട്ട് ചെയ്യും. അത് എന്തുണ്ടെങ്കിലും ഏത് അപാകതയായാലും അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. എവിടെയാണ് എന്താണ് ഉണ്ടായത് എന്നുള്ളത് നല്ല പരിശോധനയിലൂടെ കണ്ടെത്തുകയും ചെയ്യണം. വളരെ പ്രയാസകരമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്. ഈ രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരുന്നതിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന് വലിയ വിമർശനം വരുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തെ കോൺഗ്രസിനെ വിമർശിക്കാനൊന്നും ഒരു അവകാശമില്ല. കോൺഗ്രസ് പറഞ്ഞത് ഈ പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നാണ്. ഓർമ്മയില്ലേ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി നടപ്പാക്കാൻ പാടില്ല, ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, ഞങ്ങൾ വിമോചന സമരത്തിന്റെ തുടക്കം കുറിക്കുകയാണെന്നുകൊണ്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അതിന് നേതൃത്വം കൊടുത്ത വിഭാഗം ഇവരെല്ലാം. അതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആ വിഷയം കൊടുക്കാൻ. അവിടെ അമ്മാതി വർത്തമാനത്തിനും യാതൊരു അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഈ പരിപാടിയിൽ അവരെങ്ങനെ പങ്കെടുക്കുക? ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് വിമോചന സമരം ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവർക്ക് എങ്ങനെയാണ് അതിന്റെ മനോഹരമായിട്ടുള്ള ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കാനാവുക? മനസാക്ഷി കുത്താണ്. അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല, അവർക്ക് പങ്കെടുക്കാൻ പറ്റൂല. അവർ ആരാ പറഞ്ഞു പങ്കെടുക്കാൻ പറ്റില്ല പറഞ്ഞത്? ആളെ പേര് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ അസംബന്ധം പറയാണ്. തറക്കല്ലിൽ പല ആൾ ഇട്ടിട്ടുണ്ടാവും, തറക്കല്ലിട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അതുപോലെ തന്നെ കരാറുണ്ടാക്കി. കരാറ് ഞങ്ങൾ അന്നും ഇന്നും ശക്തിയായി ഒരേ നിലപാടാണ് സ്വീകരിച്ചത്. സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇന്നത്തെ മനോരമ വായിച്ചു നോക്കും, ഇവിടെ ഡൽഹിയിൽ തന്നെ എന്താ ഓഹരി വെച്ചത് എങ്ങനെയാണെന്നും അപ്പോൾ മനസ്സിലാവും. പക്ഷേ ഇന്ത്യ സഖ്യത്തിനെതിരെ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞു പലരെയും ഉറക്കം കെടുത്തുന്നു. പക്ഷെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അതിനെ എതിർത്ത് സംസാരിച്ചില്ല എന്നൊരു മുഖ്യമന്ത്രി ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് കൂടിയായിട്ട് അതിനെ എതിർത്ത് സംസാരിച്ചില്ല എന്ന് കോൺഗ്രസ് ആക്ഷേപം ഉന്നയിക്കുന്നു. അത് എങ്ങനെയാണെന്നുള്ളത് കാര്യം മനസ്സിലാവാനായിട്ടാണ്. ആരാ ആദ്യം പ്രസംഗിച്ചത്? ആദ്യം പ്രസംഗിച്ചത്? വെറുതെ ചോദ്യം ചോദിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞ വെറുതെ ചോദ്യം ചോദിക്കാൻ പാടില്ല. അവിടെ അധ്യക്ഷ പ്രസംഗം നടന്ന് അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് അവസാനിച്ചു. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലെ പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ സ്വാഗതം കഴിഞ്ഞു, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു, ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു, ചടങ്ങ് അവസാനിച്ചു. അങ്ങനെ വരുമ്പോൾ
അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മറുപടി പറയണേ ഇപ്പല്ലേ പറയാം ഞാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പിന്നെ മറുപടി പറയാം, ഇപ്പൊ മറുപടി പറയാം. എന്താ കുഴപ്പം? മാഷിന്റെ നിലപാട് എന്താ? അതായത് ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നതാണ് ഇന്നലെ ശശി തരൂർ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയൊക്കെ ചടങ്ങിൽ പങ്കെടുത്തതെന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. അതിൽ CPM-ന്റെ ഒരു നിലപാടെന്താണ്? അല്ല, കോൺഗ്രസിന്റെ ഉറക്കം കെടുക്കുന്നത് തന്നെയാണ്. കാരണം അവരിത് ഇത് ഉണ്ടാവാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞത് അവര്. അതായത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന്, വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു മധ്യഘട്ടത്തിൽ പദ്ധതി പൂർത്തിയാക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇതിവിടെ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ച കോൺഗ്രസിനും അതുപോലെ തന്നെ UDF-നും എന്തടിസ്ഥാനത്തിലാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക? അവരെ ഉറക്കം കെടുക്കുന്നത് തന്നെയാണ്. അതിന്റെ സംശയം. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കുതിപ്പാണ് ഇന്നലെ അവിടെ ഉണ്ടായത്, ഔപചാരികമായിട്ടുണ്ടായത്. അതിന് മുമ്പേ തന്നെ കപ്പൽ വരാനും പോകാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് തന്നെയാണ്. ഇന്നലെ ഉണ്ടായത് അതാണ്. അതവരെ ഉറക്കം കെടുക്കുന്നത് തന്നെയാണ്. അത് പ്രധാനമന്ത്രി പറഞ്ഞെന്നുള്ളത് കൊണ്ട് തന്നെ അതിനായിരിക്കും അതിനെ എതിർക്കാൻ പുറപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത്? പക്ഷെ അദാനി എപ്പോഴും പ്രതിപക്ഷം എതിർക്കുന്നതാണ്. അദാനി അംബാനി തുടങ്ങിയ വ്യവസായികളെ പ്രതിപക്ഷം ദേശീയതലത്തിൽ എതിർക്കുന്നു. എപ്പോഴാണ് തുടങ്ങിയത് ഈ എതിർപ്പ്? അല്ല, ചോദ്യം ഇങ്ങനെ ഇമാതിരി ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും അതിന് പറയട്ടെ, അത് മറുപടി പറയട്ടെ, അതിന് മറുപടി പറയട്ടെ. അതായത് കോൺഗ്രസ്സുകാർ അദാനിയെയും അംബാനിയെയും ടാറ്റയെയും ബിർളയെയും എല്ലാം എതിർക്കുന്നവരാണത്രേ. എപ്പോഴാണ് എതിർക്കുന്നത്? ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ്. അതിന്റെ തുടർച്ചയാണ് BJP. എന്നിട്ട് പുതിയ എന്തോ ഒരു അധ്യായം തുറന്നതുപോലെ ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എതിർക്കുകയാണ്. ആരാ പറഞ്ഞ് എതിർക്കുകയാണെന്ന്? വർഗപരമായിട്ട് ഒരു നിലപാടും വ്യത്യാസവും ഇല്ല കോൺഗ്രസിനും BJP-ക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ന് കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങളുടെ പാർട്ടി പരിപാടി വെച്ച് നോക്കണം, അപ്പോൾ മനസ്സിലാവും എന്താ വ്യത്യാസം. അതായി മാത്രമല്ല, ഈ ലോകത്തിൽ ആരുമായിട്ട് സഹകരിക്കും? വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ചങ്ങലയില്ലാതെ ജനങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഏതൊരു മൂലധന നിക്ഷേപത്തെയും CPIM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണെങ്കിൽ പോലും സഹകരിച്ച് മുന്നോട്ടേക്ക് പോകും. ഇതാ CPM-ന്റെ നിലപാട്. പോരെ? എന്ത് നോക്കുമ്പോൾ അതിൻ്റെ അതൊരു വർഗീയത ഉണ്ടാവും. എന്തിനാ പിന്നെ അതിന് മലയാളം ഒരു ശത്രുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ ശത്രുരാഷ്ട്രത്തിന്റെ പേരാ ശത്രുരാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അത് ഉള്ളതെന്തിനാ ഇല്ലാണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു വിഷം മാത്രമേ ഉള്ളൂ. ആ വിഷം എന്ന് പറയുന്നത് എങ്ങനെ സംഘർഷം ഉണ്ടാക്കാം, ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാം. ഇതാണ് നിങ്ങളുടെ മുഖമുദ്ര. BJP-യും RSS-ഉം സംഘപരിവാർ വിഭാഗവും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനകീയമായ ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യത്ത്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നുള്ളതിന്റെ വിഷം ഉറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ ഈ പറയുന്ന ഭീകരാക്രമത്തെ ഉപയോഗിക്കുകയാണ്. ഭീകരാക്രമത്തെ അതിശക്തിയായിട്ട് എതിർക്കണം. എന്നാൽ അതിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള വർഗീയ ഭീകരവാദ നിലപാട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, ജനം ഉൾപ്പെടെ. അതല്ല, അതൊക്കെ എത്രയോ വർഷക്കാലം കഴിഞ്ഞുപോയ കാര്യം സംബന്ധിച്ച് ഇപ്പോഴും അതിന്റെ മേലെ നേരത്തെ ബാബറി മസ്ജിദ് തകർത്തതുപോലെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ പുറപ്പെടേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ പ്രത്യേകിച്ചും വേണ്ട. അത് കേരളത്തിൽ നടക്കുകയും ചെയ്യില്ല. ചൈനയിൽ പാകിസ്ഥാന്റെ പേരുണ്ടായിരുന്നോ? അല്ല, ഉണ്ടായിരുന്നോ ഞാൻ ചോദിക്കുന്നത്? ഇല്ല. പിന്നെ എന്തിനാണ് ചോദ്യം? ആവശ്യമില്ലാതെ ചോദിക്കാൻ പാടില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? ചൈനയിൽ അങ്ങനെ ഒരു പേരില്ലല്ലോ. ഇവിടെ അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ എനിക്കറിയില്ല അതുണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ അത് ആ പേരങ്ങനെ നിന്നോട്ടെ. ആ പേരിനൊന്നും മാറ്റാൻ പുറപ്പെടണ്ട. പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം, പേര് മാറ്റാതിരിക്കാൻ വേറൊരു ഭാഗം. അതാ ഞാൻ പറഞ്ഞത്, ജനകീയ സംഘർഷം ഉണ്ടാക്കാനാണ്. ആ സംഘർഷം ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളെല്ലാം ദയവ് ചെയ്ത് ഈ വിഷം എവിടെയെങ്കിലും മാറ്റി വെക്ക്. ജനങ്ങളുടെ മേലെ പ്രയോഗിക്കാൻ പുറപ്പെട്ടതാണ് എന്നാ പറയാനുള്ളത്. വിഷം ചീറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ മുദ്രാവാക്യേ ഉള്ളൂ, ഒറ്റ പരിപാടിയേ ഉള്ളൂ. അത് ഈ വിഷം ജനങ്ങളെ ചിഹ്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഉപകരണം എന്ന രീതി നിങ്ങൾ ഉപയോഗിക്കുകയാണ്, നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ. തികച്ചും തെറ്റാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കാൻ നോക്കൂ. അങ്ങനെ ജീവിക്കണമെന്ന് ജനങ്ങളോട് നിർദ്ദേശിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക എത്രത്തോളം അപകടകരമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന്. ശരി, അത് ഞാൻ വിട്ടു. എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. വർഗീയ പരാമർശങ്ങളുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകണം ചില മാധ്യമങ്ങൾ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു. വിഴിഞ്ഞം വിഷയത്തിൽ അദ്ദേഹം
കോൺഗ്രസിന്റെ നിലപാടിനെ കോൺഗ്രസ് വിഴിഞ്ഞം വേണ്ട എന്നുള്ള MAVP സെക്രട്ടറി ആയിട്ടുള്ള പോളിറ്റ് ബ്യൂറോയുടെ ഭാഗമായിട്ടുണ്ടാകും. കുറേയും കൂടി മുന്നോട്ടേക്കും. ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ടകൾ അജണ്ട അറിയില്ല.